വിനായകൻ ചേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. വിനായകൻ്റെ വേറൊരു ലെവൽ. പക്ക ഒരു ഒരു എന്താ പറയുക, നമുക്കൊരു ഡോക്യുമെൻ്ററി മൂഡിൽ പോകണമെങ്കിലും ക്ലൈമാക്സ് എത്തുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ മൂഡിലേക്ക് മാറും. ബ്രഹ്മയുഗത്തിന് ശേഷം നല്ലൊരു വർക്ക് ഇവിടെ. ഇനി ഇങ്ങനത്തെ നല്ല വർക്കുകൾ പുള്ളി ചെയ്യട്ടെ. അടിപൊളി പടം. കലക്കൻ കോമ്പോ അടിപൊളിയാണ്. വിനായകനും മമ്മൂട്ടിയും പ്രതീക്ഷ പോലെ തന്നെ അതിന് മേലെ അടിപൊളി സിനിമ. മമ്മൂട്ടി ആ രീതിയിൽ കാണാൻ ഇനിയും താല്പര്യപ്പെടുന്നുണ്ട്. അത്രയും അടിപൊളിയായിരുന്നു. ക്ലൈമാക്സും ഇൻട്രോൾ പഞ്ചും അടിപൊളിയാണ്. ഒന്നും പറയുന്നില്ല, ഞാൻ ഇപ്പോഴും ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. മൈൻഡ് ബ്ലോയിങ് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് നിമിഷം വരെ നമ്മളിങ്ങനെ എഡ്ജ് ഓഫ് ദി സീറ്റ് ഇങ്ങനെ പിടിച്ചു നിർത്താൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ചിത്രം നമുക്ക് വില്ലൻ ആരാണെന്ന് അറിയാം, പക്ഷേ ഈ കഥ കൊണ്ട് അവസാനിപ്പിച്ചത്. പിന്നെ വിനായകൻ നമ്മൾ വിനായകനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാവുന്നതാണ്. വളരെ ചെറുപ്പം മുതൽ സിനിമയിൽ വന്ന് കമ്മട്ടിപ്പാടം പല ചിത്രത്തിലും അദ്ദേഹത്തിന് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയുള്ളൂ. പക്ഷേ ഇതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ, പക്വതയാർന്ന ഒരു പോലീസ് ഓഫീസർ സുന്ദരൻ. അത് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, മമ്മൂക്ക ഇദ്ദേഹത്തെ ഈ കഥാപാത്രം കാസ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. കാരണം മലയാളത്തിൽ ഇഷ്ടം പോലെ പോലീസ് ഓഫീസർമാരെ കണ്ടിട്ട് ഇത് വ്യത്യസ്ത തലത്തിൽ. പിന്നെ ജിബിൻ എന്ന് പറഞ്ഞ പുതിയൊരു, അദ്ദേഹം ഒരുപാട് ചിത്രത്തിലാണ് വന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൂടുതൽ കഥാപാത്രങ്ങളില്ല. നമ്മൾ ഈ എന്താ പറയേണ്ടത്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ സാറിൻ്റെ പടവും ഒക്കെ കാണുന്നില്ലേ, അതേപോലെ കുറച്ച് കഥാപാത്രങ്ങളാണെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പെർഫോമൻസ്. മമ്മൂക്ക വ്യത്യസ്തമായിട്ട്, മമ്മൂക്ക ഇത് കഴിഞ്ഞ പ്രസ് മീറ്റിംഗ് പറഞ്ഞ പോലെ ഈ കഥാപാത്രത്തെ നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. ഇത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. കാരണം നമുക്ക് ഒരുപാട് പല ഭാഷകളും സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ചലനം, അദ്ദേഹത്തിൻ്റെ ശൈലി, അഭിനയം, പെർഫോമൻസ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. ഇത് നല്ലൊരു ത്രില്ലിങ്. നമുക്ക് വില്ലനാരാണെന്നറിയാം, പക്ഷേ ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ളതിലാണ് എൻ്റെ മിടുക്ക് കാണിച്ചത്. സാധാരണ പടത്തിൽ നമ്മൾ വില്ലൻ ആരാണെന്നാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വില്ലനെ നമുക്ക് പ്രഷർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ അവസാനിപ്പിച്ചു, അതാണ് നന്നായത്. ഇതിന് സെക്കൻഡ് പാർട്ടിനോട്ടുള്ള ഇതിലാണെന്ന് തോന്നുന്നത്. അത്രയും വരെ കൊണ്ടൊന്ന് നിർത്തിയേക്കണമായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും കൊള്ളാം. രണ്ടുപേരെ മേടിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. അടിപൊളി അടിപൊളി അടിപൊളി. അതിൻ്റെ അപ്പുറം ഫുള്ള് സസ്പെൻസ് അടിപൊളി. ക്ലൈമാക്സ് എല്ലാം കൊണ്ടും അടിപൊളി. സൂപ്പർ മൂവി. പെർഫോമൻസ് വേറെ ലെവൽ. വിനായകൻ്റെ ആയാലും മമ്മൂട്ടിൻ്റെ ആ വില്ലൻ റോള് ഒരു രക്ഷയില്ല. അടിപൊളി. എല്ലാം കൊണ്ട് സൂപ്പർ. ഒരു രക്ഷ. അടിപൊളി മൂവി. നല്ല സസ്പെൻസും അതേപോലെ അടിപൊളി ക്ലൈമാക്സ് ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ മൂവി. അടിപൊളി. മമ്മൂട്ടിൻ്റെ വേറെ പെർഫോമൻസ്, വേറെ ലെവൽ പെർഫോമൻസ്. വിനായകൻ അതിലും സൂപ്പർ. വിനായകനൊക്കെ വേറെ ഒരു വെറൈറ്റി പോലീസ് ഓഫീസറാണ് വിനായകൻ. ടോട്ടലി അടിപൊളി. സൂപ്പർ പെർഫോമൻസ്. മമ്മൂട്ടിൻ്റെ ആ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണ്. വില്ലനിസം സൂപ്പർ. വിനായകൻ ഒരുപടി മുന്നിൽ വിനായകനാണ്. പക്ഷെ മമ്മൂക്കാർക്ക് കൈ കൊടുക്കണം. എന്ത് വിനായകനാണ് ഈ പടത്തിൽ മമ്മൂക്ക് ഇതാക്കിയത്. വേറെ ഒരാൾ ഇതല്ല. ഇത് സംവിധായകൻ, എഡിറ്റിങ് അത് വേറെ ഇതാണ്. നല്ല ടീമാണ്. നല്ല പടം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. മമ്മൂക്ക നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് ചെയ്താലും ജനങ്ങൾ സ്വീകരിക്കും. അതിലൊരു മാറ്റവും കണ്ടിട്ട് നോക്ക്. വിനായക പൊളി. മമ്മൂക്കാണ് എന്താണ് ലെവല്. ചുമ്മാ കിടന്ന് അഭിനയിക്കുമെന്നല്ല, അവിടെ നിൽക്കാൻ പറയാം. അവിടെ നിൽക്കുന്ന വിനായകൻ, അതാണ് വിനായകൻ. മമ്മൂക്ക പറഞ്ഞ സത്യം തന്നെയാണ്. അയാളെ പിടിച്ച് നിർത്തിയ അയാൾ അഭിനയിക്കും. അതാണ് അയാളുടെ കഴിവ്. അത് തെളിയിച്ച പടമാണ്. കാരണം ചുമ്മാ ഇളകിയൊന്നും ചെയ്യുന്നതല്ല. ആ കൊടുത്ത കഥാപാത്രം തന്മയത്തോട് ഉത്തരവാദിത്തത്തോട് ചെയ്യുന്ന ഒരു നടൻ വിനായകൻ. പിന്നെ മമ്മൂക്ക നമുക്കറിയാം, ലെജൻഡാണ്. അവർ രണ്ടുപേരും കൊമ്പ് കോർക്കുന്ന ഒരു സിനിമയാണ്. ധൈര്യമായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഒരു നഷ്ടം വരും. അത്ര നല്ലതാണ്. മലയാളത്തിൽ വേറെ